വീണുടഞ്ഞ സിംഹാസനങ്ങൾ. അറബ് ലോകത്തെ മാറ്റിമറിച്ച സൈനിക ഇടപെടലുകളുടെ ചരിത്രം. നാലാമതായി, ഒസാമ ബിൻ ലാദൻ, ആഗോള ഭീതിയുടെ നിഴൽ. ഭരണാധികാരി അല്ലെങ്കിലും അറബ് ലോകത്തെയും ആഗോള രാഷ്ട്രീയത്തെയും പിടിച്ചുലച്ച വ്യക്തിയായിരുന്നു ഒസാമ ബിൻ ലാദൻ. അൽ ഖ്വയ്ദയുടെ ഈ സ്ഥാപകൻ 2011 മെയ് 2-ന് അബോട്ടാബാദിൽ നടന്ന അമേരിക്കൻ പ്രത്യേക സേനയുടെ രഹസ്യ സൈനിക നടപടിക്കിടെ കൊല്ലപ്പെട്ടു. ലോകം കണ്ട ഏറ്റവും വലിയ സൈനിക തിരച്ചിലുകളിൽ ഒന്നായിരുന്നു അത്. അഞ്ചാമതായി, ഹോസ്നി മുബാറക്കും മുഹമ്മദ് മുർസിയും. ഈജിപ്തിലെ സംഭവവികാസങ്ങൾ മറ്റൊരു വഴിയിലായിരുന്നു. 2011-ലെ അറബ് വസന്ത പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി ജനകീയ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഏകദേശം 30 വർഷം അധികാരത്തിൽ തുടർന്നിരുന്ന ഹോസ്നി മുബാറക് ഫെബ്രുവരി 11, 2011-ൽ രാജിവെക്കേണ്ടി വന്നു. അധികാരം താൽക്കാലികമായി ഈജിപ്റ്റ് സൈന്യത്തിന്റെ നിയന്ത്രണത്തിലേക്ക് മാറി. തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ 2012-ൽ മുസ്ലിം ബ്രദർഹുഡ് പിന്തുണയോടെ മുഹമ്മദ് മുർസി പ്രസിഡന്റായി അധികാരത്തിലെത്തി. ഈജിപ്തിന്റെ ചരിത്രത്തിലെ ആദ്യ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഭരണകാലം ദീർഘമായില്ല. 2003 ജൂൺ 3-ന് വ്യാപക പ്രതിഷേധങ്ങളുടെയും രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ സൈന്യം അട്ടിമറി നടത്തി മുർസിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹത്തെ പിന്നീട് അറസ്റ്റ് ചെയ്തു. വിവിധ കേസുകളിൽ വിചാരണ നേരിട്ട അദ്ദേഹം 2019 ജൂൺ 17-ന് കോടതിയിൽ വിചാരണയ്ക്കിടെ കുഴഞ്ഞുവീണു മരിച്ചു. ഈ തുടർച്ചയായ അധികാരമാറ്റങ്ങൾ ഈജിപ്തിനെ ദീർഘകാല രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിട്ടു. ആറാമതായി, അലി ഖമേനി, ഇറാനിലെ ആത്മീയ നേതാവ്. അറബ് വംശജനല്ലെങ്കിലും മേഖലയിലെ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഏറ്റവും അവസാനം 2026 ഫെബ്രുവരിയിൽ നടന്ന സംയുക്ത സൈനിക വ്യോമാക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടതോടെ സൈനിക ശക്തിയുടെ ഭുജങ്ങളിൽ ഉയർത്തിപ്പിടിച്ച സാമ്രാജ്യങ്ങൾ പലതും, ഒടുവിൽ അതേ ശക്തിയിൽ തന്നെ തകർന്നു വീണ സാമ്രാജ്യങ്ങളുടെ പലതും, അതേ ശക്തിയിൽ തന്നെ തകർന്നു വീണവരുടെ കഥകളാണിവ. സദ്ദാം ഹുസൈൻ മുതൽ അലി ഖമേനി വരെ നീളുന്ന ഈ അധ്യായങ്ങൾ പശ്ചിമേഷ്യയുടെ രക്തരൂക്ഷിതമായ രാഷ്ട്രീയ മാറ്റങ്ങളുടെ കണ്ണാടി തന്നെയാണ്. അധികാരം ശാശ്വതമല്ലെന്നും ജനങ്ങളുടെ ശബ്ദവും യുദ്ധത്തിന്റെ കുരുതിയും ചരിത്രത്തെ തിരുത്തി വരയ്ക്കുമെന്നതും ഈ ഭൂമി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി ഈ മണലാരണ്യങ്ങളിൽ പുതിയൊരധ്യായം ആരാണ് എഴുതുക? ചരിത്രം വീണ്ടും ആരുടെ പേരാണ് വിളിക്കുക? ലോകം നിശബ്ദമായി കാത്തിരിക്കുന്നു. തയ്യാറാക്കിയത് റഷീദ് തൊഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ. ഈ ലേഖനത്തിൽ പരാമർശിക്കപ്പെടാതെ പോയ നേതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രേക്ഷകർ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും ഞങ്ങളെ പിന്തുടരൂ.